Hello my dear students, good morning all of you. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? യെസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സേഫ് ആവുക എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഫാമിലീനെയും നമ്മൾ സേഫ് ആക്കണം. നമുക്കിപ്പോൾ വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, സോ ഓൾ ബി സേഫായിട്ടിരിക്കാം. എനിവേയ്സ്, നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് നീങ്ങാം. നമ്മൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്നുള്ള സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഡിസ്കഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 സെഷൻസ് നമ്മൾ കഴിച്ചു. എല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ സെഷനിലായാലും നമ്മൾ ഇമെയിലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മളുടെ ഇമെയിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ 7 ഇമെയിലിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്താണ്? അതിനെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ പറയുന്നതാണ് ഇമെയിൽ എറ്റിക്വേറ്റ്. എറ്റിക്വേറ്റ് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ? എറ്റിക്വേറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയർ. നമ്മളുടെ ബിഹേവിയറിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യും, അതിനെ പ്രതിപാദിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയർ നമ്മളുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലും അപ്ലിക്കബിൾ ആണ്. ഒരു പക്ഷേ നമുക്ക് അത് വേറെ രീതിയിൽ കൂടി പറയാം. ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റാണ് എറ്റിക്വേറ്റ് എന്നും പറയാം. ഓക്കെ, ചിലപ്പോൾ എനിക്ക് ഫിൽ ഓഫ് ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാം. ദ ഡാഷ് ഇസ് നോൺ ആസ് ദ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇമെയിൽ എറ്റിക്വേറ്റ്? വെറുതെ എറ്റിക്വേറ്റ് എന്ന് എഴുതരുത് കേട്ടോ, ഇമെയിൽ എറ്റിക്വേറ്റ്, അപ്പോഴാണ് കറക്റ്റ് ആവുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇമെയിൽ എറ്റിക്വേറ്റ് നമ്മൾ ഇപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു എറ്റിക്വേറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമെയിലിൽ കൂടെ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എറ്റിക്വേറ്റ് ഫോം ചെയ്യുക. നോക്കൂ, നമ്മളിപ്പം ഇമെയിലിൽ കൂടെ ഫ്രണ്ട്സുമായിട്ട് ഇമെയിൽ ചെയ്യും അല്ലേ? അതുപോലെ തന്നെ റിലേറ്റീവ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളുടെ സുപ്പീരിയർ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അവരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻസ് പല രീതിയിലാണ് അല്ലേ? ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ ആയിരിക്കില്ല നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻ. ഫ്രണ്ട്സായിട്ട് നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ഇൻറ്റിമസി ഉണ്ടാവും, പക്ഷേ നമ്മുടെ സുപ്പീരിയറായിട്ട് വളരെ ഒഫീഷ്യലായിട്ടുള്ള റിലേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ പേഴ്സൺസും ആയിട്ടുള്ള റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ ആണ് നമ്മൾ ഇമെയിൽ എറ്റിക്വേറ്റിൽ ഫോളോ ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ല ഇമെയിൽ എറ്റിക്വേറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും പ്രൊഫഷണലായിട്ടുള്ള വ്യക്തികൾ നല്ല ഇമെയിൽ എറ്റിക്വേറ്റ് ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം അവർ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഈ ഇമെയിൽ എറ്റിക്വേറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷനിലൂടെ ആണ് അവരുടെ ഇമേജ് ഫോം ചെയ്യുക. ഒരു ബാഡ് ഇമെയിൽ എറ്റിക്വേറ്റാണ് ഒരു പ്രൊഫഷണൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെയിൽ കിട്ടുന്ന വ്യക്തിക്ക് അയാളോടുള്ള ഇംപ്രഷൻ ബാഡായിരിക്കും. അപ്പം അയാളെക്കുറിച്ചുള്ള ഇംപ്രഷൻ ബാഡാവും, സ്വാഭാവികമായിട്ടും ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇംപ്രഷനും മോശമായിരിക്കും. അപ്പം ഒരിക്കലും നമ്മൾ ഒരു ബാഡ് ഇമെയിൽ എറ്റിക്വേറ്റ് ഫോളോ ചെയ്യരുത്. എപ്പോഴും നമുക്ക് നല്ല ഗുഡ് ഇമെയിൽ എറ്റിക്വേറ്റാണ്. കാരണം ഈ ഗുഡ് ഇമെയിൽ എറ്റിക്വേറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എറ്റിക്വേറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പബ്ലിക്സ് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുമാത്രമല്ല, നല്ല ഇമെയിൽ എറ്റിക്വേറ്റ് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ വളരെ പ്രോംപ്റ്റായിട്ടും വളരെ സ്പീഡി ആയിട്ടും അതിനുള്ള റെസ്പോൺസ് കിട്ടും. സോ ഇത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കൊന്നുമല്ല. നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഇത്തരത്തിൽ ഇമെയിൽ എറ്റിക്വേറ്റ് ഫോളോ ചെയ്യണം എന്ന് സ്ട്രെസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 കാരണങ്ങളെ കൊണ്ടാണ് ഓർഗനൈസേഷൻസ് എപ്പോഴും അവരുടെ എല്ലാ എംപ്ലോയീസിനടുത്തും ഇമെയിൽ അയക്കുമ്പോൾ ഇമെയിൽ എറ്റിക്വേറ്റ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത്. ആ റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ എന്താണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു. എല്ലാ കമ്പനീസിലും അഥവാ ഓർഗനൈസേഷൻസിൽ നമ്മളുടെ നല്ല എറ്റിക്വറ്റ്സ്, ഇമെയിൽ എറ്റിക്വറ്റ്സ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ പ്രൊഫഷണലിസം നിലനിർത്താൻ വേണ്ടിയിട്ട്. പ്രൊഫഷണലിസം എന്ന് പറയുമ്പം നമ്മൾ നല്ല ലാംഗ്വേജസ്, ഇമെയിൽ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ല ഒരു ഇമേജ്, നല്ല ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്യാനായിട്ട് അതിലൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു ഫാക്ടർ. പിന്നെ നമ്മുടെ എഫിഷ്യൻസി, നല്ലതായിട്ടുള്ള വേർഡിങ്സ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ എഫിഷ്യൻസി, അത് നമ്മൾ കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മളുടെ ലയബിലിറ്റി എന്നുള്ള പ്രൊട്ടക്ഷൻ. ഒരിക്കലും നമ്മൾ ഇമെയിലിൽ കൂടെ നമ്മളൊരു മെസ്സേജിൽ ഒരുപാട് ലയബിലിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവസാനം അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൊടുത്ത ആളുടെ കയ്യിൽ ആ ഇമെയിൽ ഒരു ലീഗൽ എവിഡൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സപ്പോസ് നമ്മളത് പാലിച്ചില്ലെങ്കിൽ ലീഗലായിട്ടുള്ള മൂവ്മെൻറ്റ്സിന് അത് കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ അധികം ഈ ഇമെയിലിൽ കൂടെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 കാരണങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ഓർഗനൈസേഷൻസും നല്ല ഇമെയിൽ എറ്റിക്വറ്റ്സ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ആ ഇമെയിൽ എറ്റിക്വറ്റ്സ് ഫോം ചെയ്യാനായിട്ട്. ഇനി നമ്മളുടെ ഈ ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത് അതിൻ്റെ ഫോർമാറ്റിലും അതിലെന്തൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടുള്ളതുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ എറ്റിക്വറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാതെ വളരെ പുവറായിട്ട്, അൺക്ലിയർ ആയിട്ട്, മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ഇന്നെഫിഷ്യൻ്റായിട്ട് ഒരു ഇമെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമയനഷ്ടമാണ്. പിന്നെ അത് അത്രയും പ്രൊഡക്റ്റീവ് അല്ല. അപ്പം ഇത് നമ്മളുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്നതാണ്. നമ്മളുടെ ഓർഗനൈസേഷനെയും അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന അതോറിറ്റിയിലേക്കും ഒരു പുവർ ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നല്ല രീതിയിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഈ ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ കമ്പോസ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈങ് ദ റെലവൻസ്. നമ്മൾ ഈ ഒരു ഇമെയിൽ എന്നുള്ളൊരു മീഡിയയിൽ കൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, ആ കൺവേ ചെയ്യാനുള്ള ഇൻഫർമേഷന് ആപ്റ്റായിട്ടുള്ള മീഡിയ ആണോ ഇതെന്നുള്ളത് നമ്മൾ നോക്കണം. ഈ മീഡിയ അതിന് റെലവൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമെയിൽ എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ പോലെയാണ്. ഓക്കെ, നമ്മൾ റിട്ടേൺ ഫോമിലാണ് അയക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജിന് അധികം ഇമോഷണൽ വാല്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഇമോഷണൽ വാല്യൂ കൂടുതലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നമുക്ക് ഇമെയിലിൽ കൂടെ കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന ഇമെയിൽ എന്നുള്ള മീഡിയ എത്രമാത്രം ആപ്റ്റാണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സപ്പോസ് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വളരെ ഹാഷായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തു, വളരെ ഹാഷായിട്ട് ഒരുപാട് ബാഡ് വേർഡിങ്സ് ഒക്കെ വെച്ച് നമുക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ അവർക്ക് പിന്നെ ഇമെയിൽ എറ്റിക്വറ്റ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളല്ലേ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ ഹാഷായിട്ട് കസ്റ്റമറിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് അവരെ മാക്സിമം ഒന്ന് കംഫർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിൽ ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല കംഫർട്ട് ചെയ്യുന്ന വേർഡിങ്സ് ഒക്കെ നമ്മളത് യൂസ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്താലും ചിലപ്പോൾ ആ കസ്റ്റമർ അത് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ള ഇത് നിർബന്ധമില്ല. അതിൽ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം നമുക്ക് ആ സമയത്ത് ഇമെയിൽ വലിയ റെലവൻസ് വരുന്നില്ല. അപ്പം ഒന്നില്ലെങ്കിൽ കസ്റ്റമറെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക. അതാണ് കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ പല രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തും പല റിലേഷനിൽ ഇമെയിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജിന് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കൺവേ ചെയ്തെന്ന് വരില്ല. കാരണം ആ റെലവൻസ് ആണ് അല്ലേ, ഓരോ സമയത്തും അതിൻ്റെ റെലവൻസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും.
ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ കമ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം ശ്രദ്ധിച്ചു. ഇനി അടുത്ത എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ മീഡിയ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ നമ്മളുടെ ചില മെസ്സേജ് കൺവേ ചെയ്യാൻ ചിലപ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ മീഡിയ ആവില്ല. ആ സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ഫോൺ ഓർ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ആയിരിക്കും നല്ലത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇമെയിലാണ് നമ്മുടെ മീഡിയ ആയിട്ട് സെലക്ട് ചെയ്തെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ അയക്കാൻ പോകുന്ന മെസ്സേജിൻ്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജ് അതിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ അയക്കുന്ന മെസ്സേജിൻ്റെ പർപ്പസ് എന്താണ്, എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ആ മെസ്സേജ് അയക്കുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള മെസ്സേജിനെ കുറിച്ച് അവിടെ പറയുന്നത് കേട്ടോ. ഈ മെസ്സേജ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച റെസിപ്പിയൻ എന്ത് റിപ്ലൈ ആണ് അയക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രഡിക്ഷൻ നമുക്കുണ്ടാവും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റണം. പർപ്പസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ആയിട്ട് ആ റെസിപ്പിയൻ അയക്കുന്ന മെസ്സേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ആ മെസ്സേജ് പ്രോംപ്റ്റ് ആയിരിക്കണം. ആ മെസ്സേജ് പ്രോംപ്റ്റ് ആവണമെങ്കിൽ അതിന് നമ്മൾ ഒരു 5 I's ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇൻഫോം, ഇൻക്വയർ, ഇൻഫ്ലുവൻസ്, ഇൻസ്ട്രക്റ്റ് ആൻഡ് ഇൻസൈറ്റ്. ഒരു മെസ്സേജ് നമ്മൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 5 I's നമ്മൾ ഫോളോ ചെയ്യണം. ഇൻഫോം, ഇൻക്വയർ, ഇൻഫ്ലുവൻസ്, ഇൻസ്ട്രക്റ്റ് ആൻഡ് ഇൻസൈറ്റ്. എന്താണ് ഇൻഫോം? അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് എപ്പോഴും ഇൻഫർമേറ്റീവ് ആയിരിക്കണം. ഇൻഫർമേറ്റീവ് ആവുന്ന എപ്പോഴാണ്? റിയൽ ഫാക്റ്റ് ഉള്ളപ്പോൾ. റിയൽ ഫാക്റ്റുകളാണ് അതിൽ നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഒരുപാട് പ്രഹസനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പാടുള്ളതല്ല. ഇൻഫർമേറ്റീവ് ആയിരിക്കണം. ഇൻക്വയർ, അതിൽ നമുക്ക് വ്യക്തത ഉണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം, ഒരു ധാരണ ഉണ്ടാവണം. സോ ദാറ്റ് നമ്മൾ ആ മെസ്സേജ് അയക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന റിസീവർക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ആ ഇൻഫർമേഷനിൽ തന്നെ അയാൾക്ക് തീർക്കാനായിട്ട് പറ്റണം. പിന്നെ ഇൻഫ്ലുവൻസ്, അപ്പോൾ റിയൽ ഫാക്റ്റ് ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കാര്യകാരണങ്ങളോട് കൂടി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റെസിപ്പിയൻറ്റിനെ അത് സ്വാധീനിക്കുന്നുണ്ടാവും. പിന്നെ ഇൻസ്ട്രക്റ്റ്, അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് ആ ഇൻഫോർമേഷൻ അയാൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അതിൽ നിന്നും അയാൾക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ടാവും. ഈ ഒരു ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് മൈ റോൾ, വാട്ട് ഐ ഹാവ് ടു ഡൂ വിത്ത് ദിസ് മെസ്സേജ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടും. പിന്നെ അതിലൂടെ അയാളുടെ മൈൻഡിൽ ഈ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ 5 I's ബേസ് ചെയ്തിട്ടാണ് ഇമെയിലിൽ നമ്മളൊരു മെസ്സേജ് കമ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഈ 5 I's ഫോളോ ചെയ്യുന്നതിലുപരി നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും ഇതിൽ ആഡ് ഓൺ ചെയ്യരുത്. ടു ദ പോയിൻ്റ് മാത്രം കാര്യം പറയുക. ഒരുപാട് കാട് കയറി നമ്മൾ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വൺസ് ഇമെയിലാണ് നല്ലൊരു മീഡിയം നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന മെസ്സേജിനെ കുറിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ആ മെസ്സേജ് ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ആ കമ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ആ ഇമെയിൽ മെസ്സേജിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് 2 ലൈനാണ്. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ 2 ആർക്കാണ് എന്നുള്ളൊരു മുകളിൽ ഒരു ഡയലോഗ് ബോക്സ് കാണാം അല്ലേ. സോ അതിനെയാണ് നമ്മൾ 2 ലൈൻ, അതിന് മുമ്പ് 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ 2 അഡ്രസ്സ് ഫ്രം അഡ്രസ്സ് എഴുതില്ലേ. അപ്പോൾ 2 അഡ്രസ്സ് അതിന് വേണ്ടിയിട്ടാണ് 2 ഫീൽഡ്. അപ്പം ഈ 2 ഫീൽഡിൽ ഇറ്റ് ഈസ് ദ ഡിഫോൾട്ട് പ്ലേസ് ടു റൈറ്റ് ദ റെസിപ്പിയൻസ് ഇമെയിൽ അഡ്രസ്സ്. നമ്മളുടെ റെസിപ്പിയൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫോൾട്ട് പ്ലേസ് ആണ് 2 ലൈൻ.
അഡ്രസ് ഇഫ് മെസ്സേജ് ഇസ് സെൻഡിങ് ടു വൺ പേഴ്സൺ, ഒരാൾക്കാണ് നമ്മൾ മെസ്സേജ് അയക്കണമെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഈ 2 ലൈനിൽ ആഡ് ചെയ്യണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു യൂസ് ദ സെയിം മെയിൽ ഇൻ സെൻഡിങ് ടു മൾട്ടിപ്പിൾ പേഴ്സൺ. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം മെസ്സേജാണ് അയക്കണമെങ്കിൽ അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ പിന്നീട് പറയുന്നുണ്ട്. ഒരാൾക്ക് അയക്കുമ്പോൾ ആ 2 ലൈനിൽ എന്ത് ചെയ്യണം, അയാളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ. 2 for the people, it is complicated. Use 2 for the people that the message directly affects. ആർക്കാണോ ശരിക്കും നമ്മൾ ഈ മെസ്സേജ് കൺവേ ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ്സാണ് 2 ലൈനിൽ എൻ്റർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, നമ്മൾ അയക്കുന്ന മെസ്സേജിന് ആരാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത് അവരുടെ അഡ്രസ്സാണ് നമ്മളതിൽ അയക്കുക. ഓക്കെ. ഇപ്പോൾ മൾട്ടിപ്പിളായിട്ട് നമുക്ക് ഒരേ ഇൻഫർമേഷൻ മൾട്ടിപ്പിളായിട്ടുള്ള ആൾക്കാർക്ക് അയക്കുമ്പോൾ അതിൽ ചിലപ്പോൾ എല്ലാവരും നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നായിരിക്കില്ല, ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. ആ റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ അഡ്രസ്സാണ് 2 അഡ്രസ്സിൽ ഇടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 2 അഡ്രസ്സിൽ നമ്മൾ ചേർക്കുന്ന ആ ഇമെയിൽ അഡ്രസ്സ് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പേഴ്സൺ ഹു ഹാവ് ടു റെസ്പോണ്ട് ടു അവർ മെസ്സേജ് വിച്ച് വി ഹാവ് സെൻഡ് ബൈ ഇമെയിൽ ടു ഹിം. അയാൾക്ക് നമ്മൾ ഇമെയിലിൽ കൂടെ അയച്ചിട്ടുള്ള മെസ്സേജിൻ്റെ റിപ്ലൈ തരേണ്ടത് എപ്പോഴും ആ 2 അഡ്രസ്സിലുള്ള ആളാണ്. ബാക്കി ആരും എന്ത് ചെയ്യണ്ട, അതിൽ റിപ്ലൈ തരേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ റിപ്ലൈ ഒക്കെ അയക്കാം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നെസസറി. പക്ഷേ 2 അഡ്രസ്സിലുള്ള ആൾ എന്താണ്, നിർബന്ധമായിട്ട് റിപ്ലൈ അയാൾ അയച്ചിരിക്കണം. ഓക്കെ. സോ അതിനാണ് നമ്മൾ 2 ലൈൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ കമ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് 2 ലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ 2 ലൈനിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. 2 ലൈനിൽ നമ്മൾ ആരുടെ ഇമെയിൽ അഡ്രസ്സാണോ കൊടുക്കുന്നത് അവരാണ് നമ്മളുടെ മെസ്സേജിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് സബ്ജക്റ്റ് ലൈൻ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പറയാൻ ഡീറ്റെയിൽ. ഈ 2 അഡ്രസ്സിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒന്നിൽ കൂടുതൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെല്ലാം ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുകയാണ്, എല്ലാവരും ഇതിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവരുടെ എല്ലാം അഡ്രസ്സ് നമുക്ക് ഈ പറയുന്ന 2 ലൈനിൽ കൊടുക്കാം, കോമയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വലിയ കോൺവെർസേഷൻ 10 പേര് ചേർന്നൊരു കോൺവെർസേഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരു മെസ്സേജാണ് എല്ലാവർക്കും അയക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 പേരുടെ ഇമെയിൽ അഡ്രസ്സും 2 ലൈനിൽ 1 by 1 ഒരു അഡ്രസ്സ് കഴിഞ്ഞ് അടുത്ത അഡ്രസ്സ് കോമയിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് പോവാം. അപ്പം ഈ 10 പേരും ഒരേ മെസ്സേജ് കിട്ടി, ഈ 10 പേർക്ക് എന്ത് ചെയ്യാം, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അതാണ് ഈ 2 ലൈനിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മൾ കൂടുതൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു അഡ്രസ്സ് മാത്രമേ 2 ലൈനിൽ പാടുള്ളൂ, ബാക്കിയുള്ള അഡ്രസ്സും അതിന് താഴെ CCയിലാണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. CCയുടെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് 2 ലൈനിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. പിന്നെ ഈ കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ പേര് നമുക്കതിൽ മെൻഷൻ ചെയ്യാം. ഇപ്പം ഹായ് റിജു, വിനീഷ്, റിനു എന്നൊക്കെ പറഞ്ഞിട്ട് ആ 10 പേര് അഡ്രസ്സ് ഉണ്ടെങ്കിൽ 10 പേരുടെ പേര് മെൻഷൻ ചെയ്യാം. അപ്പം ഈ കോൺവെർസേഷനിൽ ആരൊക്കെയാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനായിട്ടും പറ്റും. ഓക്കെ. അതാണ് 2 ഫീൽഡ്. ഇനി അത് കഴിഞ്ഞ് അതിന് താഴെയാണ് കാർബൺ കോപ്പി അല്ലെങ്കിൽ CC ലൈൻ വരുന്നത്. കാർബൺ കോപ്പി ലൈൻ, ഇപ്പം നമ്മളൊരു ഒറിജിനൽ ഡോക്യുമെൻ്റ് കോപ്പി എടുത്തിട്ട് നമുക്ക് നമ്മളത് പലർക്കും കൊടുക്കാം ഇല്ല. ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഫോം ചെയ്തു ഒറിജിനൽ, അതിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് പലർക്കും ഒരു റെഫറൻസിന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാർബൺ കോപ്പി ലൈൻ വരുന്നത്. ഈ കാർബൺ കോപ്പി ലൈനിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് ഇപ്പം നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർക്കത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം വയ്ക്കാമെന്ന് വേണ്ടിയിട്ടാണ്. അപ്പം 2 അഡ്രസ്സിൽ മെയിനായിട്ടുള്ള ഒരാളും ബാക്കി ജസ്റ്റ് ഈ നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജ് റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് അത് അയക്കാൻ വേണ്ടിയിട്ട് കാർബൺ കോപ്പിയിൽ കൊടുക്കുക. അപ്പോൾ കാർബൺ കോപ്പിയിൽ ഇമെയിൽ അഡ്രസ്സ് ഉള്ളവർ അവർക്ക് കിട്ടുന്ന മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 2 അഡ്രസ്സിലുള്ളവർ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ് മാനേജറും സെയിൽസ് എക്സിക്യൂട്ടീവും ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് മെയിൽ അയച്ചു, അതിപ്പം റിസീവ് ചെയ്തിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ സെയിൽസ് മാനേജർ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത്, ഏത് കസ്റ്റമറിൻ്റെ ഒരു മെയിൽ വന്നാലും അത് നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മെയിൽ വന്നത് തിരിച്ച് അതിന് റിപ്ലൈ അതിൻ്റെ എല്ലാ മറ്റേ നമ്മുടെ ഇമെയിൽ എറ്റിക്യൂട്ട്സൊക്കെ ഫോളോ ചെയ്തിട്ട് അത് കൃത്യമായി റിപ്ലൈ ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ അയക്കുമ്പം ഇവിടെ സെയിൽസ് മാനേജർ അത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ടു അഡ്രസ്സിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മളുടെ സെയിൽസ് മാനേജറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് CCയിലും വയ്ക്കും. എന്നിട്ട് അത് അയക്കുകയാണ്. അപ്പം സെയിൽസ് മാനേജർക്ക് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമറിന് റിപ്ലൈ അയച്ച കാര്യം മനസ്സിലാവും, എന്താണ് റിപ്ലൈ അയച്ചതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ആൾക്കതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ കോപ്പി ലൈൻ യൂസ് ചെയ്യുന്നത്. So a carbon copy or CC message is a mail that is copied to one or more recipient. Both the main recipient and the carbon copy recipient can see all the messages to more than one person. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ മെസ്സേജ് കാണാൻ പറ്റും, അയച്ച മെസ്സേജ്. പക്ഷേ കാർബൺ കോപ്പിയിൽ വരുന്ന ഇമെയിൽ അഡ്രസ്സുകാർ എന്ത് ചെയ്യണ്ട? നോ ആക്ഷൻ ഓർ നോ റെസ്പോൺസ് ഇസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ ഓൺ ദ CCയിൽ വന്നിട്ടുള്ളവരുടെ ഒരു റെസ്പോൺസും ആവശ്യമില്ല. The recipient need only to read or file message. അവർ ജസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കി ഫയൽ ചെയ്ത് വെക്കാമെന്ന് മാത്രം. The individual whose work is indirectly affected by the communication should be included in the CC. എപ്പോഴും നമ്മളുടെ മെസ്സേജിന് ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? ഇത് അവരെ നമ്മൾ ഈ CCയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഈ CC ഫീൽഡിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തല്ലോ. ഇപ്പോൾ ഒരു 10 ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഒരാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, അയാളുടെ അഡ്രസ്സ് 2 ലൈനിൽ ചേർത്ത് ബാക്കി 9 പേരെ CCയിൽ ചേർത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ CCയിൽ ചേർത്തിട്ടുള്ളവർക്ക് 2 അഡ്രസ്സിലുള്ളവർക്കും മൊത്തത്തിൽ എല്ലാവരുടെ ഇമെയിൽ അഡ്രസ്സും കാണാൻ പറ്റും, മെസ്സേജും കാണാൻ പറ്റും, ഇമെയിൽ അഡ്രസ്സും കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മളുടെ കാർബൺ കോപ്പി ഫീൽഡിനുണ്ട്. ഓക്കെ, സോ ഇപ്പം 2 ലൈനിൽ എൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അതുപോലെ CC കാർബൺ കോപ്പി ഫീൽഡിനും പ്രത്യേകത മനസ്സിലായി അല്ലേ? ഇനി ഇത് കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്, BCC. അതെന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലൈൻ എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ നമ്മളുടെ CC കാർബൺ കോപ്പി എന്താണെന്ന് കണ്ടു. ഇനി അടുത്ത് നോക്കാനുള്ളതാണ് BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇത് നമ്മളുടെ കാർബൺ കോപ്പി പോലെ തന്നെയാണ്. അപ്പം ആ ഒരു ഇമെയിൽ ഇതിൽ കമ്പോസിങ്ങിൽ ആദ്യം 2 ലൈൻ വന്നു, അതിന് താഴെ CC, അത് കഴിഞ്ഞ് BCC. ഇത് രണ്ടും ഇൻവിസിബിൾ ആയിരിക്കും, അത് നമ്മൾ ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ കേട്ടോ. ജസ്റ്റ് കമ്പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 അഡ്രസ്സും സബ്ജക്റ്റ് ആദ്യം വരിക. CC BCC അതിൽ ഇൻവിസിബിൾ ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ. അപ്പം അത് ഈ ഓർഡറിലാണ്, ആദ്യം 2 ലൈൻ, പിന്നെ CC, പിന്നെ BCC, പിന്നെ സബ്ജക്റ്റ്. അപ്പോൾ BCC നമ്മളുടെ CC പോലെ കാർബൺ കോപ്പി പോലെ തന്നെയാണ്. അതിനെ നമ്മൾ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് പറയുന്നത്. എന്താ എൻ്റെ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയാൻ കാരണം, ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇമെയിൽ അഡ്രസ്സ് അടിച്ച് നമ്മൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലുള്ള ഇമെയിൽ അഡ്രസ്സുകാരെ മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലുള്ളവർക്ക് കാർബൺ കോപ്പിയും 2 അഡ്രസ്സും കാണാൻ പറ്റില്ല. അതാണ് ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പിയുടെ ആവശ്യം. അപ്പം അവർക്ക് നമ്മളുടെ കാർബൺ കോപ്പിയിലുള്ള പോലെ ജസ്റ്റ് കാണുക, റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള പല കമ്മ്യൂണിക്കേഷനിലും ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പി വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്സാമ്പിൾ, എന്തായിരുന്നു? സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, ഒരു കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവാണ് കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് റിസീവ് ചെയ്യുന്നത്. അത് തിരിച്ച് അയാൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ സെയിൽസ് മാനേജർ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 അഡ്രസ്സിൽ കസ്റ്റമറിൻ്റെ ഇമെയിൽ അഡ്രസ്സും CCയിൽ നമ്മുടെ സെയിൽസ് മാനേജറുടെ അഡ്രസ്സും വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് റിപ്ലൈ അയച്ചു. ഓക്കെ, അപ്പോൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന് ഏരിയ മാനേജറായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഇത് അറിയണം. അപ്പോൾ എന്ത് ചെയ്തു? ഏരിയ മാനേജറുടെ അഡ്രസ്സ് BCCയിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് മാനേജറോ ഇത് അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ മാനേജർ സെയിൽസ് മാനേജറെക്കുറിച്ചും കസ്റ്റമറെക്കുറിച്ചും അറിയുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല യൂസാണ് ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ അത് ഒഫീഷ്യൽ യൂസിനൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ ഈ CC ഉപയോഗിക്കുന്നത്, BCC ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ
ഇമെയിൽ എറ്റിക്വറ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, അപ്പം നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഇമെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന 2 ലൈൻ, അത് കഴിഞ്ഞ് CC എന്ന് പറഞ്ഞ ലൈൻ, പിന്നെ BCC, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരിക. ഇമെയിൽ സബ്ജക്റ്റ് ലൈൻ ആർ ലൈക്ക് ഹെഡ്ലൈൻസ്. ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസ് പോലെയാണ് ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. They should convey the main point for our message or the data that we want to communicate. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ മെയിൻ കണ്ടൻറ്റ് കൺവേ ചെയ്യേണ്ടതാണ് ഈ സബ്ജക്റ്റ് ലൈൻ. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ നമ്മളുടെ മെസ്സേജിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സമ്മറൈസേഷൻ ആയിരിക്കണം ആ സബ്ജക്റ്റ്. അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ ആ റെസിപ്പിയൻ്റ്, 2 അഡ്രസ്സിലുള്ള റെസിപ്പിയൻ്റ്, ഇനി സപ്പോസ് ഇപ്പോൾ നമ്മൾ കാർബൺ കോപ്പിയിലോ റെസിപ്പിയൻ്റ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വ്യക്തമായിട്ട് അവർ എന്ത് മെസ്സേജാണ് ഈ ഇമെയിലിൽ കൂടെ കിട്ടിയിരിക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ ഈ സബ്ജക്റ്റ് ലൈനിലൂടെ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 ലൈൻ എന്താണെന്നും CC എന്താണെന്നും BCC എന്താണെന്നും സബ്ജക്റ്റ് ലൈൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗുഡ് ഇമെയിൽ എറ്റിക്വറ്റാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഓരോന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞല്ലോ. ഇതെല്ലാം ആ ഗുഡ് ഇമെയിൽ എറ്റിക്വറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന 2 ലൈൻ, CC ലൈൻ, BCC ലൈൻ, സബ്ജക്റ്റ് ലൈനൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. നമുക്കിതൊക്കെ അറിയുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതാണ് ഈ പറയുന്ന നമ്മളുടെ ഇമെയിലിൻ്റെ കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, the subject line must be specific to the content of the email and it has to grab the reader's attention. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടൊക്കെ വേണം നമ്മൾ സബ്ജക്റ്റ് ലൈൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അത് ശരിക്കും നമ്മൾ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതായിരിക്കണം. നോ വേർഡ് subject such as hi is not informative and do not give the reader an idea or how important the message is. ഇപ്പോൾ നമ്മൾ പലരും എന്ത് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ചുമ്മാ ഹൈ എന്നൊക്കെ പറയും. അപ്പം ശരിക്കും നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഹൈ കൊണ്ട് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹൈ കൊടുക്കാം, പക്ഷേ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇമെയിലിൽ ഒരിക്കലും ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആവില്ല. ഓക്കെ, അപ്പോൾ അത് ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഒരു സമ്മറൈസേഷൻ അതിൻ്റെ കറക്റ്റ് വേർഡിങ്സ് വെച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. The reader of an idea of how important the message is. At the same time, not use more than 6 to 7 words. അതും ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഒന്നും നമ്മൾ സെൻറ്റൻസ് ലൈനിന് കൊടുക്കാൻ പാടില്ല. മാക്സിമം ഒരു 6-7 വേർഡ്സ് ഉൾപ്പെടുന്ന ഒരു സെൻറ്റൻസാണ് നമ്മൾ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കേണ്ടത്. ആൻഡ് നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റർ, അതും പറയുന്നുണ്ട്. നമ്മൾ സബ്ജക്റ്റ് ലൈൻ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ട. സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്മോൾ ലെറ്റേഴ്സ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇഫ് ദ മെസ്സേജ് ഈസ് ടൈം സെൻസിറ്റീവ് ഇൻക്ലൂഡ് എ ഡേറ്റ് ഇൻ എ സബ്ജക്റ്റ് ലൈൻ. അപ്പോൾ ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മെസ്സേജ് ആണെങ്കിൽ ആ ടൈമിനെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു മെസ്സേജ് അയക്കുവാണ്, അതിൽ ഒരു പ്ലാനിങ് റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ മാസം നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കുവാണ് മന്ത്ലി പ്ലാനിങ് റിപ്പോർട്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ടൈം സ്പെസിഫിക് ആണ്. ഇപ്പോൾ നമ്മൾ ജനുവരി 2020 ഒരു മന്ത്ലി പ്ലാനിങ് റിപ്പോർട്ടാണ് അയക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇങ്ങനെ കൊടുക്കാം, മന്ത്ലി പ്ലാനിങ് റിപ്പോർട്ട് ജനുവരി 2020. അപ്പം ആ 2 അഡ്രസ്സിലുള്ള റെസിപ്പിയൻറ്റിനും CCയിൽ ഉള്ള അഡ്രസ്സിൻ്റെ റെസിപ്പിയൻസിനും എന്ത് ചെയ്യാൻ പറ്റും, ആ സബ്ജക്റ്റ് ലൈൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ ആ ഇമെയിലിൽ വന്നിട്ടുള്ള ഇൻഫർമേഷൻ ഈ പ്ലാനിങ് റിപ്പോർട്ടിൻ്റെ ഇൻഫർമേഷനാണ്. ക്ലിയർ? അപ്പം നമ്മൾ അയക്കുന്ന മെസ്സേജിൻ്റെ ഒരു സമ്മറിയാണ് എപ്പോഴും സബ്ജക്റ്റ് ലൈനിൽ വരേണ്ടത്. Instead of report in the subject line, specify which report the email address refers to. അപ്പോൾ ഓരോ ഇമെയിലിലും ഇതുപോലെ സബ്ജക്റ്റ് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് പർപ്പസിലും അതിൻ്റെ കറക്റ്റ് ഇമ്പോർട്ടൻസിലും അതിൻ്റെ ടൈം സ്പെസിഫിക്കേഷനിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും വളരെ ഇഫക്റ്റീവായിരിക്കും. അപ്പം നമ്മളുടെ എന്താ പറയുക, റെസിപ്പിയൻസിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇപ്പം വലിയ പ്രാധാന്യം ഇല്ലാതൊരു ഇമെയിൽ അയക്കുവാണ്,
ഓക്കെ, അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇപ്പം നമ്മളുടെ റെസിപ്പിൻ വായിച്ച് നോക്കണമെന്നില്ല. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഓക്കെ, ഇപ്പോൾ ധൃതി പിടിച്ചത് നോക്കേണ്ട കാര്യമില്ല, പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കും. അതല്ല എമർജൻസിയിൽ കാണേണ്ട ഒരു കാര്യമാണെങ്കിൽ ആ സബ്ജക്റ്റ് ലൈനിൽ അതിൻ്റെ അറ്റൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ അത് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, സോ ആ രീതിയിലാണ് നമുക്ക് സബ്ജക്റ്റ് ലൈൻ വരുന്നത്. ഇപ്പോൾ ഇതേ നോക്കൂ, ഞാനൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇമെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ, ഒരു ന്യൂ മെസ്സേജ് കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ 2 ലൈനാണ് വന്നത് അല്ലേ. 2 ലൈനിലാണ് നമ്മളിപ്പം ഒരു മെസ്സേജ്, ഇമെയിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് വ്യക്തിയാണോ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സാണ് 2ൽ കൊടുക്കുക. CC പറയുമ്പോൾ കാർബൺ കോപ്പി, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. പക്ഷേ അവരാരും എന്ത് ചെയ്യണ്ട, നമ്മൾ അയക്കുന്ന ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യേണ്ട, അങ്ങനെയുള്ളവരെയാണ് CC കൊടുക്കുന്നത്. ഇപ്പോൾ 2 അഡ്രസ്സിൽ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കോമയിട്ട് ഇമെയിൽ അഡ്രസ്സ് ചേർക്കാം. അതുപോലെ തന്നെ കാർബൺ കോപ്പിയിലും കോമയിട്ട് ഇമെയിൽ അഡ്രസ്സ് ചേർക്കാം. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. എന്താണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ്, അതിൽ ഉൾക്കൊള്ളുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയക്കുന്ന മെസ്സേജ് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവരുടെ ഇമെയിൽ അഡ്രസ്സ് വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഇപ്പോൾ CCയിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിൽ അഡ്രസ്സും 2 ലൈനിൽ വരുന്ന റെസിപ്പിന് കാണാം. അതുപോലെ തന്നെ 2 ലൈനിൽ വന്ന റെസിപ്പിൻ്റെ ആരാന്നുള്ളത് CCയിലുള്ളവർക്കും കാണാം. പക്ഷേ BCC അങ്ങനെയല്ല. BCCയിലുള്ളവർക്ക് CCയിലുള്ളവരെയോ 2 ലൈനിലുള്ളവരെയോ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ 2 ലൈനിലുള്ളവർക്കും CCയിലുള്ളവർക്കും BCCയിലുള്ളവരെ കാണാൻ പറ്റില്ല. ബ്ലൈൻഡാണ്, അതാണ് പ്രത്യേകത. പിന്നെ ലാസ്റ്റ് നമ്മുടെ സബ്ജക്റ്റ് ലൈനും കൂടി നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. ടൈം സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ, and once more I request all of you to be safe, okay, and make your family safe. Okay, thank you.